പാലക്കാട് മീനാക്ഷിപുരത്ത് മർദ്ദനമേറ്റതിന് പിന്നാലെ കുഴിഞ്ഞു വീണ തോട്ടം നടത്തിപ്പുകാരൻ മരിച്ചു. ഗോപാലപുരം സ്വദേശി ജ്ഞാനശക്തി വേലുവാണ് അന്തരിച്ചത്. കന്നിമാരി വരവൂലെ തോട്ടത്തിൽ 4 സംഘം അതിക്രമിച്ച് കയറി ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി എസ് ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, എന്താണ് ഈ മർദ്ദനത്തിന് കാരണം? എന്ത് കാരണം പറഞ്ഞാണ് അദ്ദേഹത്തെ മർദ്ദിച്ചത്? ഉടൻ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായില്ലേ? ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. ജ്ഞാനശക്തി വേലിൻ്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു യുവാവ് മറ്റൊരു സ്ത്രീയുമായി, ഒരു പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു. ആ പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് അവരുടെ ബന്ധുക്കൾ ജ്ഞാനശക്തി വേലിൻ്റെ വീട്ടിലെത്തുകയും എവിടെയാണെന്ന് അന്വേഷിക്കുകയും ചെയ്തു. രാത്രി 11 മണിയായതുകൊണ്ട് തന്നെ ജ്ഞാനശക്തി വേൽ പറഞ്ഞു, നാളെ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം, ഇപ്പോൾ നിങ്ങൾ പിരിഞ്ഞു പോകും, ഇവിടെ നിന്ന് പോകും എന്ന് പറഞ്ഞു. പക്ഷെ അവർ കൂട്ടാക്കിയില്ല. അവർ വീണ്ടും വീടിൻ്റെ മുന്നിൽ വരികയും ബഹളം വയ്ക്കുകയും ചെയ്തു. ഇതിനിടയിൽ ജ്ഞാനശക്തി വേലിനെ തള്ളിയിട്ടു. അങ്ങനെ വീണതിന് ശേഷം ഇയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഈ തള്ളിയിട്ടവർ തന്നെ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. പക്ഷേ അവിടെ എത്തി അല്പസമയത്തിന് ശേഷം അദ്ദേഹം മരിക്കുകയായിരുന്നു. ഇത് മർദ്ദനമേറ്റതാണോ മരണകാരണം, അതോ മറ്റേതെങ്കിലും രീതിയിൽ കുഴഞ്ഞു വീണതാണോ തുടങ്ങിയ ഇതിലൊരു സംശയം നിൽക്കുന്നുണ്ട്. അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ. പക്ഷേ ഈ മർദ്ദനത്തിന് പിന്നാലെയാണ് ഇയാൾ കുഴഞ്ഞു വീണതും പിന്നീട് മരണത്തിന് കീഴടങ്ങിയതും. ഏതായാലും മീനാക്ഷിപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. അവർ ഈ യുവാക്കളെ അവിടെ വീട്ടിലെത്തിയ ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം ഇന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് നടക്കും. അതിനുശേഷം മാത്രമേ പ്രാഥമികമായി ഒരു മരണകാരണം മർദ്ദനമാണോ എന്നുള്ളത് വ്യക്തമാകൂ. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുമെന്നുള്ളതും പോലീസ് വ്യക്തമാക്കി.